മാധ്യമപ്രവർത്തകനായ നവാസ് മേത്തർ രചിച്ച ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകത്തിന്റെ 4ാം പതിപ്പ് പ്രകാശനം ചെയ്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ PC വിഷ്ണുനാഥ് MLA പ്രകാശന കർമ്മം നിർവഹിച്ചു. തുടർന്ന് പുസ്തക ചർച്ചയും നടന്നു. കണ്ണൂരിലെ മാധ്യമപ്രവർത്തന രംഗത്ത് നവാസ് മേത്തറുടെ അനുഭവങ്ങളും അറിവുകളും ഓർമ്മകളും രചനകളായി രൂപാന്തരപ്പെട്ടതാണ് ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകം. ആകാംക്ഷ നിറഞ്ഞ അനുഭവക്കുറിപ്പുകൾ വായനക്കാർ നെഞ്ചിലേറ്റിയതിൻ്റെ സൂചനയാണ് 4ാം പതിപ്പിൻ്റെ പ്രകാശനമെന്ന് PC വിഷ്ണുനാഥ് MLA പറഞ്ഞു. നവാസ് മേത്തറുടെ കഠിനാധ്വാനവും എഴുത്തിനോടുള്ള സ്നേഹവും പുസ്തകത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടെന്നും PC വിഷ്ണുനാഥ് കൂട്ടിച്ചേർത്തു. എഴുത്തുകാരൻ്റെ ഭാവന, സംഭവങ്ങളുടെ വിശദാംശങ്ങളുടെ വിശദീകരണത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമുക്ക് ആ പുസ്തകം വായിക്കാനുള്ള വലിയ താല്പര്യം വരികയാണ്. ഈ അടുത്ത പേജിൽ എന്തായിരിക്കും എന്ന ഒരു താല്പര്യം ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഈ പുസ്തകം 4 പതിപ്പുണ്ടായത്. ഇനിയും 4ഉം 5ഉം 10ഉം കഴിഞ്ഞ് ഈ പുസ്തകം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് KV മനോജ്, V അബ്ദുൽ നാസർ IAS, സിനിമ സീരിയൽ താരം ഇബ്രാഹിം കുട്ടി, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, കൈരളി TV ചീഫ് മാനേജർ ജഗദീഷ് നാരായൺ എന്നിവർ 4ാം പതിപ്പ് ഏറ്റുവാങ്ങി. രചനയിലെ വശ്യത കൊണ്ടാണ് 4ാം പതിപ്പിലേക്ക് ഇത്രയും വേഗത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. നമ്മളടങ്ങുന്ന ഒരു തലമുറ മുഴുവൻ പുസ്തക വായനയുടെ ലോകത്ത് നിന്നും മാറി നടക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ മൊബൈലിന്റെ ഭാഗമായി അല്ലെങ്കിൽ റീലുകളുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളൊരു കാലത്ത് ഒരു പുസ്തകം അതിന്റെ 4ാം പതിപ്പിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എത്തുക എന്ന് പറയുന്നത് കേവലം ബന്ധങ്ങൾ കൊണ്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല. കാരണം അതിൻ്റെ അകക്കാമ്പിലെ ആ ഒരു എഴുത്തിൻ്റെ വശ്യത ഒന്നുകൊണ്ട് മാത്രമാണ് അതിന് വീണ്ടും വീണ്ടും പതിപ്പുകൾ ഉണ്ടാവുന്നത്. എഴുത്തിൻ്റെ രസച്ചരട് പൊട്ടാതെ കാത്തുസൂക്ഷിക്കാൻ ഗ്രന്ഥകാരന് കഴിഞ്ഞു എന്നതാണ് ആ താലിമാല തേടി ആരും വന്നില്ല എന്ന അനുഭവക്കുറിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് സിനിമ സീരിയൽ താരം ഇബ്രാഹിം കുട്ടി പറഞ്ഞു. നമുക്ക് എഴുതണം എന്ന മോഹം തോന്നിയത് കാലത്ത് എഴുത്തുകാരോടൊക്കെ അസൂയ തോന്നിയത്. അപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിച്ചു, ഇങ്ങനെയാണ് ആളുകൾ ഇങ്ങനെയൊക്കെ ശില്പിക്കുന്നത്. ഒരു കഥ പറഞ്ഞു വരുമ്പോൾ അത് തുടക്കത്തിൽ നിന്ന് വന്ന് അവസാനം വരെ അതിൻ്റെ രസച്ചരട് പൊട്ടാതെ അവസാനം അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുന്നവരെ വായനക്കാരനെ പിടിച്ചിരുത്തി കൊണ്ടുപോകണം. ഇത് കണ്ട് കൊണ്ടല്ലല്ലോ, വായിച്ചുകൊണ്ട് കാണലില്ലേ. അപ്പോൾ അതിനുള്ളൊരു കഴിവൊക്കെ വലിയ സംഭവമായിട്ട് തോന്നിയിരുന്നു. എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ബുദ്ധിമുട്ടുള്ള പണിയാണെന്നുള്ളത്. വ്യക്തികളുമായി അടിത്തറയുള്ള ബന്ധമാണ് എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ നവാസ് മേത്തറുടെ രചനയ്ക്ക് പിന്നിലെന്ന് V അബ്ദുൽ നാസർ IAS കൂട്ടിച്ചേർത്തു. ആരെങ്കിലും ഒരു രോഗി വന്നു കഴിഞ്ഞാൽ കാഷ്വാലിറ്റി ആയിട്ട് വരുന്ന കേസുകളാണെങ്കിലും, ഇനി അവിടെ അഡ്മിഷനായിട്ട് വന്ന ആൾക്കാരാണെങ്കിലും, ഇനി പരിചയമില്ലാത്ത മേഖലയിൽ നിന്ന് വന്ന ആൾക്കാരുകളാണെങ്കിലും, ചിലപ്പോൾ ആദിവാസി മേഖലയിൽ നിന്ന് വരുന്ന വളരെ പാവപ്പെട്ട പരിചയമൊന്നുമില്ലാത്ത ആൾക്കാരുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ അന്ന് മുതൽ കൈപിടിച്ച് ആശുപത്രിയുടെ ചികിത്സാ സംവിധാനങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു. ഇനി കൂട്ടിരിക്കാൻ ആളില്ലെങ്കിൽ വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് ചെയ്യുന്നൊരു പരിപാടി വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ തലശ്ശേരി ആശുപത്രിയിൽ ഞാൻ കണ്ടത്. അപ്പോൾ ആ സമയത്തടക്കം നവാസ് ഉൾപ്പെടെയുള്ള ആൾക്കാരുകൾ അവിടെ അത് രാഷ്ട്രീയവും മതവും ജാതിയും അങ്ങനത്തെ ഒരു വിവേചനവും അവിടെ ആരും അങ്ങനെയുള്ള സേവനങ്ങൾക്കൊന്നും തലശ്ശേരിക്കാരെ കാണിക്കില്ല. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി, കേരള വിഷൻ പബ്ലിക്കേഷൻസ് എഡിറ്റർ NE ഹരികുമാർ, V മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. കൈരളി TV ചീഫ് മാനേജർ ജഗദീഷ് നാരായൺ നന്ദി പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.